റിയാസ് മൗലവി കേസിൽ സർക്കാർ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു. പ്രതികൾക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. കേരള ഹൈക്കോടതി പ്രതികളോട് പരിധി വിട്ടു പോകരുത് എന്ന് പ്രതികൾക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. റിയാസ് മൗലവി വധക്കേസ് വലിയ തെരഞ്ഞെടുപ്പിലടക്കം വലിയ വിഷയമാവുന്ന ഒരു വിഷയമാണത്. വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട കോടതി വിധിക്കെതിരെയായിരുന്നു പ്രതിഷേധം. എസ് ശ്രീകാന്ത് ചേർന്നു. ശ്രീകാന്ത്, സ്വാഭാവിക നടപടിക്രമം അല്ലേ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ വേണം പറയാൻ. കാരണം ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ്. ഒരു ഹർജി സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതി അത് ഫയലിൽ സ്വീകരിക്കുന്നു. തുടർന്ന് അതിലെ എതിർകക്ഷികൾക്ക്, അതായത് പ്രതികൾക്ക് നോട്ടീസ് അയക്കുന്നു. ആ നോട്ടീസിൽ പറയുന്ന കാര്യം അവർ കേരള ഹൈക്കോടതി പരിധി വിട്ടുപോകരുത് എന്നുള്ളതാണ്. കാരണം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായും കോടതിയിൽ നിന്നും എതിർ ഉത്തരവുകളോ മറ്റോ ഉണ്ടായാൽ ഈ പ്രതികളെ പിന്നീട് പിടികൂടുന്നതിനോ ജയിലിലേക്ക് മാറ്റുന്നതിനോ ഒക്കെ തടസ്സങ്ങൾ ഉണ്ടാകും. അതിന് മുന്നോടിയായാണ് ഇത്തരത്തിൽ കേരള ഹൈക്കോടതിയുടെ പരിധി വിട്ടുപോകരുത് എന്നൊരു നിർദ്ദേശം കൊടുക്കുന്നത്. നേരത്തെ സർക്കാർ ഈ അപ്പീൽ നൽകുമ്പോൾ പറഞ്ഞത് വിഷലിപ്തമായ വർഗീയതയുടെ ഭാഗമായി നടന്ന ആക്രമണമാണ്. ഈ തെളിവുകൾ എല്ലാം തന്നെ കൃത്യമായി കോടതി മുമ്പാകെ ഹാജരാക്കിയിരുന്നു. പക്ഷേ ഈ വാദം കേട്ട ജഡ്ജിമാരിൽ ചിലർക്ക് ഈ ഭാഷ മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ഈ റിയാസ് മൗലവിയുടെ കേസ് അത് തള്ളിപ്പോകുന്ന സാഹചര്യം ഉണ്ടായത് എന്ന് സർക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഈ കീഴ്ക്കോടതി വിധി റദ്ദാക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. അതിലാണ് ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്. നോട്ടീസിന്മേൽ പ്രതികൾ ഇനി മറുപടി നൽകും. അതിന്മേൽ വിസ്താരം നടക്കും. ശേഷമായിരിക്കും അന്തിമ വിധി വരിക.